ഭരണകൂട വീഴ്ചകൾ മറച്ചുവെക്കാൻ സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ന്യൂനപക്ഷങ്ങളെ പ്രലോഭിപ്പിച്ചും ഭിന്നത സൃഷ്ടിച്ചും ആഭ്യന്തര കലാപത്തിന് രൂപം കൊടുക്കുന്നു. സായുധ പോരാട്ടത്തിനല്ല, ജനാധിപത്യ പോരാട്ടത്തിന് ന്യൂനപക്ഷങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വൈദികന് നേരെ നടത്തിയ അതിക്രമത്തെ തെമ്മാടിത്തരമെന്നും മുസ്ലിം വിഭാഗം മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ഈ ന്യൂനപക്ഷങ്ങളെയാണ് പല ഭരണകൂടങ്ങളും ഉപയോഗിക്കാറുള്ളത്. ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ പ്രലോഭനമൊക്കെ ഉണ്ടാക്കി അവിടെ ആഭ്യന്തര കലാപത്തിന് രൂപം കൊടുക്കുന്നു. അതിൻ്റെ മറവിൽ അവരുടെ ഭരണകൂടങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുവാൻ കഴിയും. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പഴകി ദ്രവിച്ച ആയുധങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. ഭരണകൂടങ്ങളെ സംബന്ധിച്ച ഏറ്റവും ആധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് ഉണ്ടാകുക. ഒരിക്കലും സായുധമായി ഒരു രാജ്യത്തും ഒരു ന്യൂനപക്ഷവും ഭരണകൂടത്തിനെതിരെ വിജയം കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സായുധമായിട്ടുള്ള പോരാട്ടമല്ല, ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടമാണ് മുസ്ലിങ്ങളടക്കമുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുടരേണ്ടതായിട്ടുള്ളത് എന്ന ആ കണ്ടെത്തൽ